ഗായ്സ്, അപ്പം ഞങ്ങൾക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഇന്ന് അവിടെ പോയിട്ടോ. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ് വെനസ്ഡേ. അപ്പം ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഇന്ന് കുറച്ച് ഐറ്റംസും സാധനങ്ങളൊക്കെ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിക്കേണ്ടതുണ്ട്. ഈ നല്ല മടിയുണ്ട്, കാര്യം സമയം 1 മണിയൊക്കെ. ഈ 1 മണിക്ക് ഈ വെയിലൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെയിൽ കണ്ടോ ഗൈസ്, ഇത്രയും വെയിലത്ത് എനിക്ക് പുറത്തിറങ്ങാൻ നല്ല മടിയുണ്ട്. ചില കാര്യങ്ങൾ അൺഅവോയ്ഡബിൾ ആയത് കാരണം അവിടെ പോകാൻ വിചാരിച്ചു. അപ്പം ഞാനാണെങ്കിൽ വിചാരിക്കുന്നത് സ്കൂട്ടറിന് പോയിട്ട് സ്കൂട്ടർ മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ട് പിന്നെ ബ്രോഡ്വേയുടെ അവിടെ മേത്തർ ബസാറിൽ പോകാമെന്നാണ്. എന്തിനാ ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ സൺ ടാൻ ആവാണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിടക്ക് ഒട്ടും തന്നെ സ്കാർഫ് യൂസ് ചെയ്ത് കാരണം നല്ല സൺ ടാൻ ഉണ്ടായിട്ടുണ്ട്. സോ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അത് കാരണം ഞാൻ പിന്നെ കണ്ണട എടുത്തില്ല. ഇപ്പം ഇത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണ് മെട്രോ സ്റ്റേഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ തന്നെ വണ്ടി വെച്ചത്, കാരണം നമുക്ക് പോകാനും എളുപ്പമാണ്. എന്നിട്ട് ഇതാ മെട്രോ സ്റ്റേഷൻ്റെ അങ്ങടേക്ക് നടക്കുവാണ്. ഈ മെട്രോ സ്റ്റേഷൻ കുറച്ച് പണിയും കൂടി നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ഫുൾ ലൈറ്റ്സ് ഉണ്ടാവുക രാത്രി, അതായത് മൾട്ടി കളർ ലൈറ്റ്സ് ഒക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴേലും ഒരു പ്രാവശ്യം അത് വീഡിയോ എടുക്കും. ഞാൻ എപ്പോഴും പുറത്ത് പോണത് ഞാൻ ഉച്ചക്ക് അങ്ങനെ പോകാറില്ല. ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോകും, അതല്ലെങ്കിൽ അമ്മയോടൊപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും പോണത്. ഇന്ന് ഞാൻ സത്യമായിട്ടും ഒറ്റക്കായിട്ട് പോണത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ബാഗൊക്കെ തൂക്കി ഒറ്റക്ക് ഇങ്ങനെ പോയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നമുക്കപ്പോൾ പോവാം. അപ്പോൾ ഇനിയിപ്പം ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ബ്രോഡ്വേയിൽ എത്തണം. അവർ 2 മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. 2:30 ആവുമായിരിക്കും, നോക്കാം. സാധാരണ എനിക്ക് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞു സ്ഥലത്ത് പോകാൻ പോലും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ബോറടിക്കും ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ. പക്ഷെ അത് വീഡിയോ കൂടി എടുക്കേണ്ടത് കാരണം ഒരു രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം, ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്യാം, രസം. അങ്ങനെ മെട്രോ വന്നു. ഞാൻ മെട്രോയിൽ കയറി ഇരുന്നു. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്നത് തൃപ്പൂണിത്തുറ ടെർമിനലിലാണ്. നമ്മൾ ഇറങ്ങേണ്ടത് MG റോഡാണ്. അങ്ങനെ MG റോഡ് എത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവർ വിളിച്ചു. അപ്പം ഞാൻ ഓട്ടോയ്ക്ക് മേത്തർ ബസാറിൻ്റെ അങ്ങടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ മേത്തർ ബസാറിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയത് കാരണം അവിടെ നല്ല തിരക്കുണ്ടാവും എന്നാണ് തോന്നുന്നത്. എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇത്രയും നാൾ എറണാകുളത്ത് ജീവിച്ചിട്ട് നമ്മൾ എപ്പോഴും ബ്രോഡ്വേയിൽ വരുമെങ്കിലും മേത്തർ ബസാറിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. അവിടുത്തെ ആ ക്രിസ്മസിൻ്റെ ആ ഒരു വൈബൊക്കെ ശരിക്കും നല്ല രസമുണ്ട്. രാത്രിയാണെങ്കിൽ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് നല്ല നട്ടുച്ചയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരവിടെ ഒരു സ്ഥലത്ത് നിൽക്കേണ്ടത്. അപ്പോൾ അവരുടെ അങ്ങടേക്ക് എങ്ങനെ പോകുന്നു അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലൊക്കേഷൻ ചോദിച്ചിട്ട് അവരോട് ആ ലൊക്കേഷൻ വെച്ചിട്ട് ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒരു 100 മീറ്റർ അപ്പുറത്തായിട്ട് അവരുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് നടക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ പേപ്പർ മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. സൺഡേ ആയതാണ്, അത് ഓപ്പൺ അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ പറ്റുന്നത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുക. അഫോർഡബിൾ ആയിട്ട് ക്രിസ്മസിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആണ് മേത്തർ ബസാർ. കാര്യം വെച്ചാൽ നമ്മളൊരു ബോൾസ് ഒക്കെ ഇല്ലേ, ക്രിസ്മസ് ബോൾസിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ സാധാരണ ഒരു 450 റുപ്പീസാണ് പുറത്തെങ്കിൽ ഇവിടെ വെറും 200 റുപ്പീസ് 150 ഒക്കെ ഉള്ളൂ. സോ ഭയങ്കര ചീപ്പർ റേറ്റ്സിലാണ് കിട്ടുക നമുക്ക്. ഇവിടെ കുറേ പാത്ത് വേസ് ഉണ്ട്. അതിലൊന്നാണ് മേത്തർ ബസാർ. ഇത് വേറൊരു പാത്ത് വേ ആണ്. ഇതാണ് മേത്തർ ബസാറിൻ്റെ എൻട്രൻസ് എന്ന് വെച്ചാൽ. ഞാൻ ഓട്ടോയ്ക്ക് വന്ന കാരണം അപ്പുറത്തെ സൈഡിൽ കൂടി വന്നിട്ടാണ് ഇവരെ ജോയിൻ ചെയ്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ദേ വരുവാണ്. അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം നല്ല എന്താ പറയുക, കൊട്ടും മേളമൊക്കെ കേൾക്കായിരുന്നു കേട്ടോ. എന്തിൻ്റെ പരിപാടിയായിരുന്നു വലിയ ഐഡിയ ഇല്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പരിപാടികളൊക്കെ. ഭയങ്കര ഓളം ഉണ്ടായിരുന്നു ആ ഏരിയ ഫുള്ളും.
പിന്നെ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷെഫ്രൻ എന്ന് പറഞ്ഞ ചേച്ചീൻ്റെ കാറിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുപോയി വെച്ചിട്ട് ചേച്ചി നാളെ ഓഫീസിലോട്ട് അത് കൊണ്ടുവന്നോളൂ. അപ്പോൾ ഞാൻ എന്നെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ആക്കാമെന്നും പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ട് കാറിലോട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കണേണ് കാണുന്നത്. സെറ്റ് ഇത്രയും നേരം വെയിലത്തൊക്കെ നടന്നിട്ട് കാറിലിരുന്നപ്പോഴത്തേക്കും ഭയങ്കര സുഖം. അങ്ങനെ ഫൈനലി ഇതാ മെട്രോ സ്റ്റേഷനിൽ എത്തി, മഹാരാജാസ് കോളേജ്. എന്നിട്ട് ഞാൻ പോയി ഇതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നടക്കുവാണ്. അങ്ങനെ ഫൈനലി ഒരു 4:45 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനല്ല, മെട്രോ സ്റ്റേഷനിലെത്തി. എന്നിട്ട് അവിടെ ഇങ്ങനത്തെ ഒരു മ്യൂസിയം പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, നമ്മളുടെ വിവിധ കലാരൂപങ്ങളുടെ. അപ്പം അതിൻ്റെ ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തു, കാര്യം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം അതും കൂടി കഴിഞ്ഞ് ഞാൻ എന്താ വീട്ടിൽ പോകുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്, ബൈ.